പാറമ്പുഴ കൂട്ടക്കൊലക്കേസിൽ പ്രതിക്ക് വധശിക്ഷ. പ്രതിയായ ഉത്തർപ്രദേശ് ഫിറോസാബാദ് സ്വദേശിക്കാണ് വധശിക്ഷ ലഭിച്ചിരിക്കുന്നത്. കോട്ടയം പാറമ്പുഴ മൂലേപ്പറമ്പിൽ ലാൽസൻ, ഭാര്യ പ്രസന്നകുമാരി, മകൻ പ്രവീൺ ലാൽ എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് കോട്ടയം പ്രിൻസിപ്പൽ ജില്ലാ കോടതി ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ടി പി പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, അപൂർവങ്ങളിൽ അപൂർവമായ എന്ന കേസാണെന്ന് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ പ്രതിക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് വിധിയുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ? തീർച്ചയായും സ്വാമി, വളരെ അപൂർവങ്ങളിൽ അപൂർവമായ കേസ് തന്നെയാണെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. മാത്രമല്ല, ഈ കേസിൽ ഉത്തർപ്രദേശ് ഫിറോസാബാദ് സ്വദേശിയായിട്ടുള്ള നരേന്ദ്രകുമാറിന് വധശിക്ഷയാണ് കോടതി വിധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 3 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകേണ്ടതുണ്ട്. കൊല്ലപ്പെട്ട കുടുംബത്തിൽ അവശേഷിക്കുന്ന അംഗമായിട്ടുള്ള വിപിൻ ലാലിനാണ് സംബന്ധിച്ച തുക നൽകേണ്ടത്. കൂടാതെ 25,000 രൂപ പിഴ ഈടാക്കിയിട്ടുണ്ട്. ഇരട്ട ജീവപര്യന്തം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. വധശിക്ഷ നടപ്പാക്കുമ്പോൾ ഹൈക്കോടതിയുടെ അംഗീകാരത്തോടു കൂടി മാത്രമേ നടപ്പാക്കാവൂ എന്നും വിധിന്യായത്തിൽ കൃത്യമായി വ്യക്തമാക്കുന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 302, 397, 457, 380 എന്നീ വകുപ്പുകൾ പ്രകാരം കൊലപാതകം, അതുപോലെ തന്നെ കരുതിക്കൂട്ടി ദേഹോദരേൽപ്പിച്ചുള്ള മോഷണം, വീടിനുള്ളിൽ അതിക്രമിച്ചു കയറൽ, മോഷണം തുടങ്ങിയ കുറ്റങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചു. 2014 മെയ് 16 സംബന്ധിച്ച സംഭവം, ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് ഒരു കുടുംബത്തിലെ, കോട്ടയം ജില്ലയിലെ പാറമ്പുഴയിലെ ഒരു കുടുംബത്തിലെ ലാൽസൻ, അതുപോലെ തന്നെ പ്രസന്നകുമാരി, മകൻ പ്രവീൺ ലാൽ എന്നിവരെ മൃഗീയമായ രീതിയിൽ പ്രതി കൊലപ്പെടുത്തുകയായിരുന്നു. എന്തായാലും പരമാവധി ശിക്ഷ ലഭിക്കണമെന്ന് പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് ഹാജരായ അഡ്വക്കേറ്റ് രഞ്ജി ജോൺ അടക്കമുള്ളവർ വാദിച്ചു. എന്തായാലും മനുഷ്യ മനസാക്ഷി ഞെട്ടിച്ച പാറമ്പുഴ കൊലപാതക കേസിലാണ് ഉത്തർപ്രദേശ് സ്വദേശിയായിട്ടുള്ള പ്രതി നരേന്ദ്രകുമാർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി ഇപ്പോൾ വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ഇത് സമൂഹത്തിനുള്ള വ്യക്തമായ സന്ദേശം കൂടിയാകണം എന്ന് തന്നെ കോടതി പറയുന്നുണ്ട്. കാരണം അന്യസംസ്ഥാന തൊഴിലാളികളടക്കം ഉള്ള കുറ്റകൃത്യങ്ങളടക്കം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ വിധിയെ നമ്മൾ നോക്കിക്കാണേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് സമൂഹത്തിന് പ്രത്യേകിച്ച് നല്ലൊരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളത്, ഒരു സന്ദേശം കൊടുക്കുക എന്നുള്ള കാര്യം കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് വധശിക്ഷ ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. എന്തായാലും ഹൈക്കോടതിയുടെ അംഗീകാരത്തോടു കൂടി മാത്രമേ നടപ്പാക്കാവൂ എന്നും വിധിന്യായത്തിൽ കൃത്യമായും വ്യക്തമാക്കുന്നുമുണ്ട്. സ്വാമി പ്രശാന്ത്, ഒപ്പം തന്നെ അപൂർവങ്ങളിൽ അപൂർവമെന്ന് കോടതി തന്നെ പറയുന്ന ഒരു സാഹചര്യത്തിൽ ഒപ്പം തന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഒരുപാട് പേർ ഇപ്പോൾ കേരളത്തിലേക്ക് എത്തുന്നു. മാത്രമല്ല, കുറ്റകൃത്യങ്ങൾ, അന്യസംസ്ഥാന തൊഴിലാളികൾ ഏർപ്പെട്ടിട്ടുള്ള കുറ്റകൃത്യങ്ങളും വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യങ്ങളെ ഒക്കെ പരിഗണിച്ചുകൊണ്ട് ഈ കേസിന് ശിക്ഷ വിധിക്കുമ്പോൾ കോടതിയുടെ നിരീക്ഷണങ്ങൾ എങ്ങനെയായിരുന്നു? തീർച്ചയായും കോടതിയെ സംബന്ധിച്ച് ഈ കേസിൽ കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. സംശയങ്ങളെല്ലാം തന്നെ വ്യക്തത കൈവരുത്തിക്കൊണ്ട് തന്നെയാണ് വിധി പറഞ്ഞിട്ടുള്ളത്. കാരണം 3 തവണ ഈ കേസിന്റെ വിധി പറയാൻ കോടതി സമയം നീട്ടിവെച്ചിരുന്നു. പിന്നീട് സംശയങ്ങളെല്ലാം തന്നെ ദൂരീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് 3 തവണയായി മാറ്റിവെച്ചതിനു ശേഷം ഇന്ന് കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് അന്യസംസ്ഥാനത്തുകളടക്കം നിരവധി കേരളത്തിലുണ്ട്. മാത്രമല്ല, ഇത് ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങളെല്ലാം വർദ്ധിച്ചിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് സമൂഹത്തിന് കൃത്യമായ സന്ദേശം നൽകണം. കാരണം ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നത് വലിയൊരു ഭയപ്പാടോടുകൂടി സമൂഹം കാണുന്നു. അതുകൊണ്ട് തന്നെ അവർക്കുള്ള വ്യക്തമായിട്ടുള്ള സന്ദേശം കൂടി കൊടുത്തുകൊണ്ടായിരിക്കണം ശിക്ഷ എന്ന് തന്നെയാണ് കോടതി വിധിച്ചിട്ടുള്ള. ഒരു കുടുംബത്തിലെ 3 പേരെ വളരെ മൃഗീയമായ രീതിയിൽ കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ അന്യസംസ്ഥാനത്ത് നിന്ന് ആളുകളാണ് ഇതിൽ പ്രതികളാക്കപ്പെട്ടിട്ടുള്ളതും. ഈ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട്, അതും നിരീക്ഷിച്ചുകൊണ്ടാണ് കോടതി ഇത്തരത്തിൽ ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നതും, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിധി പുറത്തു വന്നിട്ടുള്ളതും. പ്രശാന്ത്, ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് വിധി വരുമ്പോൾ തന്നെ നിയമവൃത്തങ്ങളിൽ നിന്നുള്ള ഒരു പ്രതികരണങ്ങളൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ നിലവിൽ അല്പസമയമാണ് ഇപ്പോൾ കോടതി വിധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ തന്നെ ഇപ്പോൾ എടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം കോടതിയുടെ മറ്റു നടപടികളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിന് സംബന്ധിച്ചിട്ടുള്ള വിശദീകരണമെല്ലാം നിയമവിദഗ്ധരെല്ലാം തന്നെ വിശദീകരണം ലഭിക്കും എന്നാണ് കരുതുന്നത്. പാറമ്പുഴ കൂട്ടക്കൊലക്കേസിൽ പ്രതിക്ക് വധശിക്ഷ. കോട്ടയം പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ഒരു വീട്ടിലെ 3 പേരെ കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതിയായ ഉത്തർപ്രദേശ് സ്വദേശി നരേന്ദ്രകുമാറിന് ഇപ്പോൾ വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. ടി പി പ്രശാന്താണ് കോട്ടയത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.